ചത്തിട്ടില്ല. ഒന്ന് ബാങ്ക് വരെ വന്നതാ, തിരിച്ചു വിളിക്കാം. അവളുടെ ഒരു പൂമുഖവാദിന്. എക്സ്ക്യൂസ് മീ. അയ്യോ സാർ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എനിക്കും കുറച്ച് തിരക്കുണ്ട്. ആണോ? സാർ അക്കൗണ്ടിൽ ഇരുന്നോളൂ. അവിടെ പ്ലീസ്, അവിടെ ഇരുന്നോളൂ. എടുത്തു, അങ്ങോട്ട് എടുത്തോട്ടെ. മോർണിംഗ് സർ, കൻ ഐ ഹെൽപ്പ് യു? ഒരു 10 ലക്ഷം രൂപയുണ്ട്, FD ഇടണം ഭാര്യയുടെ പേരിൽ. അയ്യോ സാർ, ഇവിടെ കുറച്ച് തിരക്കുറവുണ്ട് കേട്ടോ. ബൈ ബൈ സിദ്ധു, ബൈ ബൈ. പ്രകാശ, ഓക്കെ ഓടെ. അതെ, ആ FD കസ്റ്റമർ ശരിക്കും എനിക്ക് വന്ന് ഞാനാ തട്ടി ഇപ്പത്തെത്തിച്ചേ. സ്മരണ വേണോട്ടോ, സ്മരണ. കാറ് മേടിച്ചെന്റെ ചെലവോലും ചെയ്തിട്ടില്ല കേട്ടോ. ഓർമ്മിച്ചു. പ്രകാശ്, നീ പറയാനുള്ള പറഞ്ഞാൽ മതി, ഇങ്ങനെ മേത്തരയ്ക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് തൊടാൻ പാടില്ലേ? സോറി. ഹലോ. ഹലോ. ഹായ് സർ, കം ഇൻ. യെസ് മാം. ഓവർ ടൈം പണി നടക്കണ്ടില്ലേ? നടക്കട്ടെ നടക്കട്ടെ. എന്താ മാം? കം സിറ്റ്. തനിക്ക് തരാൻ വാങ്ങിച്ചത്. താങ്ക്സ്. വൈകിട്ട് എന്താ പരിപാടി? ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. മൂവി, ഡിന്നർ, ഓ whatever you like. ഇന്ന് കുറച്ച് തിരക്കുണ്ട് മാം, നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്യാം. It's okay. See you tomorrow. See you, ma'am. ശേ, എന്നെ ഒന്നും വിളിക്കാത്ത എന്താണ്? He said, my gift. Thank you. You're welcome. വൈകിട്ട് ഇതിന് മാത്രം എന്താ പരിപാടി? ശേ, പൊക്കം മാത്രമുള്ള ഒരു കാര്യമില്ല. ഹലോ. ഇറങ്ങിയോ? ഇറങ്ങി. ഞാനിവിടെ സിറ്റി സെന്ററിലുണ്ട്, ഇങ്ങോട്ട് വരുമോ? എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ശരി. ഞാനെത്തി. എവിടെ? ഞാനിവിടെ 3rd ഫ്ലോറിലുണ്ട്, ഇൻ സ്റ്റോറിൽ. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 2 minutes. ബുദ്ധിമുട്ടാവും. എന്ത് മനുഷ്യനാണ്ടി? വാ. ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ചില കസ്റ്റമേഴ്സ് നമ്മളെ ഭ്രാന്ത് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫുൾ മൂടാണ്. വീട്ടിലെത്തട്ടെ, നമുക്ക് മുടുക്കി ശരിയാക്കാം. ഇത് ഇവിടെ വരെ എത്തിച്ചപ്പാട് എനിക്ക് അറിയൂ. ഡ്രൈവിംഗ് എനിക്ക് പറ്റിയ പണിയല്ല, നീ ഓടിച്ചാൽ മതി. വണ്ടി ഓടിച്ചാലേ നീ പഠിക്കൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒരിക്കലും പഠിക്കില്ല. ധൈര്യമായിട്ട് ഓടിച്ചോ, ഞാനല്ലേ കൂടെ. നീ ഉള്ളതാണ്ട് പേടി. നിന്റെ നോട്ടം കണ്ടാൽ എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോവും. എൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ചൂടാവരുത്. ശരി, പേടിക്കണ്ട. നീ വണ്ടി സ്റ്റാർട്ട്, ഞാൻ ചൂടാവില്ല.
വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ക്ലച്ച് മെല്ലെ എടുത്താൽ മതി. നോക്കി എടുക്കും. ആളെ കണ്ടില്ലേ? ഇല്ല. ക്ലച്ചോട്ട് ഗിയർ മാറ്. വണ്ടി പോ. ഇതല്ലേ ക്ലച്ച്? അത് ബ്രേക്കാണ്. കുറേ വണ്ടി വണ്ടി എടുക്കും. കാറ് നിന്നെയല്ല ഓടിക്കണത്, നീയാണ് കാർ ഓടിക്കണത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഏത് ഗിയറില? അറിയില്ല. അറിയില്ല. ഒച്ചയായിട്ടാറിനൂടെ സെക്കൻഡ് ഗിയറിലാണ്. ഗിയർ മാറ്റിക്ക്. വണ്ടി കിടന്ന് ഇടിക്കണ കണ്ടില്ലേ? ക്ലച്ച് ഫുള്ള് ചവിട്ടിട്ട് ഗിയർ മാറ്റി. അതിനെന്തിനാ ചൂടാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഓടിക്കുന്നില്ല എന്ന്. ചൂടായില്ലല്ലോ. വണ്ടി പുറയില് തോന്നിയാസം കാണിക്കുന്നു. എവിടെ അഞ്ജലി? കണ്ടോട്ടോ. ഇതേ അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ഫുൾ അമർത്തുക, ഫസ്റ്റ് ഗിയർ ഇടുക, വണ്ടി എടുക്കുക. ഇത് വലിയ പണിയില്ല സാർ. ഇത് സർവീസ് ടാക്സ് അടക്കം ഏകദേശം 12,000 റുപ്പീസ് ആവുന്നുള്ളൂ. സാറിന്റെ പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഈ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തന്നോളാം. താങ്ക്സ്. യു വെൽക്കം സാർ. യെസ് സാർ. കടന്നു വരൂ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. എന്തെങ്കിലും എടുത്തോണ്ട് പോയേട്ടാ. കയ്യിലോട് കൊടുത്താൽ മതി. മുതലാളിക്ക് ഭ്രാന്താണ്. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. അസിസ്റ്റന്റ് മാനേജർ ആള് കൊള്ളാലോ. ഉടനെ പ്രൊമോഷൻ ഒക്കെ കിട്ടോ? ഈ പോക്ക് പോയ മിക്കവാറും അവരെന്നെ കൊണ്ടേ പോവും. കൊള്ളു നിന്നെ. നിനക്ക് ആ റിംഗ് ടോൺ ഒന്ന് മാറ്റിക്കൂടെ അഞ്ജലി? തുടങ്ങി. എന്തെങ്കിലും കിട്ടാണ്ടിരിക്കായിരുന്നു. ഫോൺ എടുക്കാൻ അഞ്ജലി. ആരത്? അതൊരു ഞരമ്പ് രോഗിയാ. ഇവിടെ ഒന്നും വേറൊരു പണിയില്ല. ഞാൻ സംസാരിക്കാം. എന്താ എൻ്റെ അമ്മു, അത് അതിലും വലിയ പണിയാവും. ആവശ്യം വരുമ്പോൾ പറഞ്ഞോളാം. കുറച്ചുകൂടെ ഒച്ചത്തിൽ ചോക്കാൻ പറ്റുമോ? പിന്നെന്താ? So sorry. 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 Hey. അമ്മ, സിദ്ധാർത്ഥ് പോയോ മോളെ? റെഡി ആവുന്നേ ഉള്ളൂ. എന്താ അമ്മേ വിശേഷം? ഒരു വിശേഷമുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അജുന് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ. അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി അവിടെ വരെ ഒന്ന് പോണം. ദിവസം നിശ്ചയിച്ചിട്ടില്ല. മോള് സിദ്ധാർത്ഥ കൂടി വരില്ലേ? പിന്നെ വരാണ്ട്. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. ആ അമ്മേ, പപ്പയോട് സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പറയൂ. ആ ശരി മോളെ, ഞാൻ പറയാം. ശരി അമ്മ. ഇപ്പൊ ശരിയാക്കി തരാം.
അമ്മയാ വിളിച്ചത്. അജുവിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായി നമ്മൾ രണ്ടാളോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നിന്റെ അപ്പന്റെ കലിപ്പിതരോട് മാറിയിട്ടില്ലല്ലേ? നമുക്ക് എന്തായാലും പോണം. പപ്പയുടെ ദേഷ്യം അതോടെ തീരും. നീ ഇതുവരെ മസനഗുഡി വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. പ്ലീസ്. ആലോചിക്കും. നീ ആ പെർഫ്യൂം അടിച്ചല്ലേ? കുറച്ച് ചുമ്മാ ടെസ്റ്റ് അടിച്ചതല്ലേ? വേണമെന്നല്ലേ വേണ്ടേ?